നമസ്കാരം. മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരളം പ്രസന്റഡ് ബൈ പാനസോണിക് ലിവിംഗ് കിച്ചണിലെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മേഘ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് തോന്നുന്നു. അവിടെയോ? ഞാനും സുഖമായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ മേഘ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു മോർണിംഗ്? എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? മോർണിംഗ് നല്ല സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് പോയി. ഇപ്പോൾ ദാണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക, എല്ലാവരെയും കാണാനും കാര്യങ്ങൾ പറയാനൊക്കെ ആയിട്ട്. ഇന്നെന്താ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ന് നമ്മൾ ലോകത്തിലെ പല പല പ്രതിഭാസങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഉൽക്ക വരുന്നതും പിന്നെ എന്താ പറയുക, നോർത്തേൺ ലൈറ്റ്സ് ഇതുപോലെ വരുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പം അതുപോലെ തന്നെ ഒരു പ്രതിഭാസമാണ് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണ് ബയോലൂമിനസെന്റ് ബീച്ചസ് എന്ന് പറയുന്നത്. അതായത് പച്ച മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ കവര് എന്ന് പറയും. അതെ. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കുമ്പളങ്ങിയിൽ കവര് മേഘ കണ്ടിട്ടുണ്ടോ? കവര് വേലിയേറ്റ സമയങ്ങളിൽ ഈ കുമ്പളങ്ങിയിൽ എന്തോരം തിരക്ക, എന്തോരം വണ്ടികളാണെന്നറിയോ വരുന്നത്. അവിടെ ഈ കവര് കാണാൻ വേണ്ടി തന്നെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ആൾക്കാർ വരുന്നത്. അതും നൈറ്റ് ടൈമിൽ ആ ഒരു സ്ഥലം ഭയങ്കര ക്രൗഡാണ്. കാരണം ഈ ഒരു കാണാൻ തന്നെ ആ ഒരു നീല കളറ്, ആ ഒരു വെള്ളത്തിൽ തൊടുമ്പോ തന്നെ ഇങ്ങനെ മൊത്തം ആൾക്കാർ അത് വെച്ച് കളിക്കുന്നതൊക്കെ കാണുന്നത്. അപ്പൊ നമുക്ക് അതെന്താണെന്ന്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, അല്ലേ? അപ്പൊ നമുക്കതെന്താണെന്ന് കണ്ടിട്ട് വരാം. ബയോലൂമിനസെന്റ് ബീച്ച്. അതെ, രാത്രി കാലങ്ങളിൽ കടൽ നീല വെളിച്ചത്തിൽ തിളങ്ങുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ വശം വളരെ ലളിതമാണ്. കടലിൽ ഡൈനോഫ്ലജല്ലറ്റസ് എന്നറിയപ്പെടുന്ന ചിലതരം സൂക്ഷ്മജീവികളുണ്ട്. ഇവയ്ക്ക് സ്വയം പ്രകാശം പുറത്തുവിടാനുള്ള കഴിവുണ്ട്. സാധാരണഗതിയിൽ ഇവ ശാന്തമായിരിക്കും. എന്നാൽ തിരമാലകൾ അടിക്കുമ്പോഴോ വെള്ളത്തിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാകുമ്പോഴോ ഈ സൂക്ഷ്മജീവികൾ ഭീഷണിയിലാണെന്ന് കരുതി ഒരുതരം രാസപ്രവർത്തനത്തിലൂടെ പ്രകാശം പുറത്തുവിടും. ലൂസിഫറിൻ എന്ന ഒരു പ്രോട്ടീനും ലൂസിഫറസ് എന്ന എൻസൈമും തമ്മിലുള്ള ഒരു രാസപ്രവർത്തനമാണ് ഇതിന് പിന്നിൽ. ഈ പ്രകാശമാണ് നമ്മൾ കാണുന്ന ഇളം നീല വെളിച്ചം. ഈ പ്രതിഭാസം കാണുന്നത് ആഴക്കടലിൽ മാത്രമല്ല, തീരപ്രദേശങ്ങളിലും ഇത് സാധാരണമാണ്. അതുപോലെ ഈ ജീവികൾ ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമാണ് ഇത്രയും പ്രകാശം തീവ്രമായി നമുക്ക് അനുഭവപ്പെടുന്നത്. അതിനാൽ എല്ലാ ദിവസവും ഈ കാഴ്ച കാണാൻ സാധിക്കണമെന്നില്ല. ഇന്ത്യയിലെ പല കടൽ തീരങ്ങളിലും ഈ പ്രതിഭാസം കാണാറുണ്ട്. ഗോവയിലെ ബെറ്റാൽ ബാറ്റിം ബീച്ച്, മഹാരാഷ്ട്രയിലെ മൽവാൻ ബീച്ച്, കർണാടകയിലെ മാട്ടോ ബീച്ച്, പിന്നെ ആൻഡമാൻ ദ്വീപുകളിലെ ചില സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഈ കാഴ്ച സാധാരണമാണ്. നമ്മുടെ കേരളത്തിൽ കൊല്ലം ജില്ലയിലെ ചില ഭാഗങ്ങളിലും വർക്കലയിലെ തിരുവമ്പാടി ബീച്ചിലും വളരെ അപൂർവമായി ഈ സീസണുകളിൽ ഈ കവര് എന്നറിയപ്പെടുന്ന കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ കൊച്ചിയിലെ കുമ്പളങ്ങി കായലിലും ഈ കാഴ്ച കാണാറുണ്ട്. വേലിയേറ്റം വരുമ്പോഴോ വെള്ളത്തിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാകുമ്പോഴോ കവര് തെളിഞ്ഞു വരുന്നത് കാണാം. ഇത് ശരിക്കും പ്രകൃതിയുടെ ഒരു മാന്ത്രിക കാഴ്ചയാണ്. ഈ കഴിഞ്ഞിടക്കായിട്ട് ഈ കവരെന്ന് പറയുന്നത് നമ്മുടെ ഈ കായലുകളിലും ചില ഉപ്പുകളിലുള്ള ഈ തോടുകളിലൊക്കെ ഇത് കണ്ടുവന്നിട്ടുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെ, എനിക്കൊന്നും ഏതോ തൃശ്ശൂര് എവിടെയോ ഒരു കടലിൽ വന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. ഉപ്പായിട്ട് റിലേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഇത് കാണാൻ പറ്റും. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു വേലിയേറ്റ സമയത്ത് എല്ലാവർക്കും പോയി വിസിറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വേലിയേറ്റമൊക്കെ വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാവരും പോയി വിസിറ്റ് ചെയ്യുക, ഇതൊക്കെ ഒന്ന് കാണാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുക. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റോഡുകളിലൊക്കെ ഇറങ്ങുമ്പോഴേക്കും സൂക്ഷിക്കണം. ശരിക്കും പറഞ്ഞാൽ അതെ, എങ്ങനെയാണ് ഈ വണ്ടികൾ വരുന്നതെന്നോ എങ്ങനെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാവുന്നതെന്നോ നമുക്കൊന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു 2 സ്ത്രീകളെ ഒരു വാൻ ഇടിച്ച് മരിച്ച ഒരു സംഭവങ്ങളൊക്കെ ഇപ്പം നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു സ്ത്രീക്കുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയായിരുന്നു ആ വീടിൻ്റെ ഒരു പില്ലർ എന്ന് പറയുന്ന ആ കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ കഥകളെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തത് അറിയാൻ പോകുന്നത്. വീടിൻ്റെ 100 മീറ്റർ അകലെ ഒരു അപകടം നടന്നു. അതറിഞ്ഞപ്പോഴും തൻ്റെ മകൾ അതിലുണ്ടെന്ന് ഈ പിതാവ് അറിഞ്ഞിരുന്നില്ല. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം പൊലിഞ്ഞത് ഒരു ജീവൻ കൂടി. ഒരു നിമിഷം കൊണ്ടാണ് ആ സ്വപ്നങ്ങളെല്ലാം അവസാനിച്ചത്. അച്ഛനും അമ്മയ്ക്കും അവൾ മാത്രമേ ഉള്ളൂ. അവളാണ് വീടിൻ്റെ നെടുന്തൂൺ. ഈ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ഡെലിവറി വാനിൻ്റെ ഒരു കൈപ്പിഴ മൂലം മരിച്ച ശ്രീകുട്ടിയെക്കുറിച്ചാണ്. തലചായ്ക്കാൻ ഇടമില്ലാതെ
കുഞ്ഞമ്മയുടെ കാരുണ്യത്തിൽ കിട്ടിയ സ്ഥലത്താണ് ഒരു കുഞ്ഞു ഷെഡ് വെച്ച് താമസിക്കുന്നത്. ഒരു വലിയൊരു കാറ്റോ പേമാരിയോ വന്നാൽ ആ കുടിൽ നിലം പതിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ശ്രീകുട്ടിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും രാവിലെ കൊട്ടാരക്കരയിലെ ബേക്കറിയിലേക്ക് ജോലിക്ക് പോകുമ്പോഴും നിറയെ സ്വപ്നങ്ങളാണ്. സ്വന്തമായി തലചായ്ക്കാനൊരിടം, അച്ഛൻ്റെയും അമ്മയുടെയും ചികിത്സ, എല്ലാത്തിനും ആശ്രയവും കൈത്താങ്ങും ബേക്കറിയിലെ ശ്രീകുട്ടിയുടെ വരുമാനമായിരുന്നു. ലൈഫ് എന്ന പദ്ധതിയിലൂടെ ലഭിച്ച വീട് സാമ്പത്തികമില്ലാത്തതിനാൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. രോഗിയായ അച്ഛനെയും അമ്മയെയും നോക്കാൻ ഈ പെൺകുട്ടിയുടെ വിവാഹം മാറ്റിവെക്കുകയായിരുന്നു. സ്വന്തമായി വീട് പോലും ഇല്ലാത്തവരെ കെട്ടാനാരും വരില്ലെന്ന് ഒരുപക്ഷെ ശ്രീകുട്ടി ചിന്തിച്ചു കാണും. രോഗം വന്ന് ഗുരുതരമാവുമ്പോഴും തന്നെ ചികിത്സിക്കേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പോഴും അച്ഛനെ ഞാൻ വിടില്ലെന്ന് പറഞ്ഞ പൊന്നുമോൾ എവിടെയെല്ലാം കൊണ്ടു നടന്ന് ചികിത്സിക്കുമായിരിക്കുമെന്ന് അച്ഛൻ ഓർത്തു. ചങ്കു തകർന്നാണ് വിശ്വംഭരൻ എന്ന അച്ഛൻ തൻ്റെ മകൾ തനിക്കുണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞത്. ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും അറിയില്ല, മരിച്ചു കഴിഞ്ഞിട്ടാണ് പലരെയും പറ്റി അറിയുന്നത്. അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും പാതി വഴിയിൽ വിട്ട് ശ്രീകുട്ടി യാത്രയായി. മീഡിയ 7ൻ്റെ ആദരാഞ്ജലികൾ. അപ്പോൾ ഈ ഒരു കാര്യം കുറച്ച് ഒരു സാഡ് ന്യൂസാണ് എങ്കിലും നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ലൈഫല്ലേ, നമുക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അത് അവർക്ക് തരണം ചെയ്യാനായിട്ടും ഇതിന് ആ ഒരു വിഷമം താങ്ങാൻ ഒരു പാരൻസിന് സഹിക്കാൻ പറ്റുന്ന വിഷമമായിരിക്കില്ല. പോരാത്തിനത് ഒരു ഒറ്റ മോളായതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ എന്താ താങ്ങാനുള്ള ശക്തിയൊക്കെ ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. പോരാത്തതിന് ഇപ്പോൾ റോഡിലൂടെ നിരവധി വാഹനങ്ങളാണ് ചീറിപ്പാഞ്ഞ് പോകുന്നത്. അപ്പോൾ ഈ ഡ്രൈവർമാർ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാം അല്ലേ. ഇപ്പോൾ റോഡിലൂടെ നടക്കുന്നവരായാലും വണ്ടികൾ ഓടിക്കുന്നവരായാലും അതീവ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ്, അതായത് ഇപ്പോൾ നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യമാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. കാരണം പലർക്കും ഇതറിയില്ല അമേരിക്കയും ഇന്ത്യയും തമ്മിൽ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വലിയ യുദ്ധം വരുമോ? ഇപ്പം നമ്മുടെ യുദ്ധഭരണം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്താണ് അടുത്തത്? ഇപ്പോൾ ഒരു നികുതി എന്നൊക്കെ അറിയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ പലർക്കും അറിയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് എന്താണ് അതിന് പിന്നിൽ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ട്രംപ് ഇന്ത്യയിൽ കൈവയ്ക്കുമോ? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വളരെ വഷളായിരിക്കുകയാണ്. ഇതിന് പ്രധാന കാരണം ട്രംപ് ഭരണകൂടത്തിൻ്റെ പുതിയ നയങ്ങളാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% തീരുവ ചുമത്തിയത് വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഇതിൽ 25% തീരുവ നേരത്തെ പ്രഖ്യാപിച്ചതും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിന് ഒരു പിഴയായി 25% അധിക തീരുവയും ഉൾപ്പെടുന്നു. ഇന്ത്യ തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾക്കും ഊർജ്ജ സുരക്ഷയ്ക്കും മുൻഗണന നൽകുമെന്നും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ താരിഫ് തർക്കങ്ങൾ കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ നിലച്ചിരിക്കുകയാണ്. അമേരിക്ക അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പാൽ ഉൽപ്പന്നങ്ങൾക്കും കൂടുതൽ വിപണി പ്രവേശനം ആവശ്യപ്പെടുമ്പോൾ ഇത് ഇന്ത്യയിലെ കർഷകരെ ബാധിക്കുമെന്നതിനാൽ ഇന്ത്യ ഇതിനെ എതിർക്കുന്നു. തീരുവ വർധനവിന് മറുപടിയായി അമേരിക്കയിൽ നിന്ന് പുതിയ ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങാനുള്ള നീക്കങ്ങൾ ഇന്ത്യ നിർത്തിവെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇന്ത്യ ഇത് നിഷേധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് അറിയിച്ചു. നിലവിൽ ഇന്ത്യ അമേരിക്ക ബന്ധം വർഷങ്ങളായി ഇത്രയും താഴ്ന്ന നിലയിൽ എത്തിയിട്ടില്ലെന്നാണ് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, ഇതിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇനി വരാൻ പോകുന്നതെന്ന് അറിയില്ല. കാരണം അമേരിക്ക എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഡിപ്പെൻഡൻ്റ് ആണ്. കുറേ കാര്യങ്ങൾ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. അതെ, ഒത്തിരി IT കമ്പനീസ് വരുന്നുണ്ട്. അതേപോലെ കുറേ എക്സ്പോർട്ടും കുറേ ബിസിനസ്സൊക്കെ അമേരിക്കയായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് വരിക എന്നാണ് നമുക്കറിയില്ല. ഡേ ബൈ ഡേ അപ്ഡേറ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്കത് കണ്ടറിയാം എന്തായിരിക്കും വരുന്നത്. വാർത്തകൾ ഇനിയും വരുമ്പോൾ ഇതേപോലെ നമ്മൾ നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. അതെ ചഞ്ചൽ, നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഫിലിംസും സോങ്സൊക്കെ നമ്മൾ കാണാറുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതിൽ നമുക്ക് പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട വരത്തില്ല, നമുക്ക് നേരെ ഓപ്പൺ ചെയ്യാം, കാണാം, അത് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അമീർ ഖാന്റെ ഒരു ഫിലിം ഇപ്പോൾ OTT-ലൊക്കെയാണല്ലോ ഇപ്പോൾ ഫിലിംസ് ഒക്കെ റിവീൽ ചെയ്യണത്. ഇപ്പോൾ യൂട്യൂബിൽ അമീർ ഖാന്റെ ഒരു ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ട്. സിത്താരെ സമീൻ പർ എന്ന് പറഞ്ഞൊരു ഫിലിമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഫിലിം കാണാൻ എങ്ങനെ പോകാറ്?
ടിക്കറ്റ് എടുത്ത് 100 രൂപ മുതൽ ടിക്കറ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. അതെടുത്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും 100 രൂപയ്ക്ക് മേലെ പേ ചെയ്തിട്ടാണ് നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് ഫിലിം കാണുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്ന് ഈ അമീർ ഖാൻ കൊണ്ടുവന്നേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു വെച്ചാൽ 100 രൂപ കൊടുത്ത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര പേരാണോ വീട്ടിലിരിക്കുന്നത് അവർക്ക് മൊത്തം കാണാം. സാധാരണ ഫിലിം എല്ലാം ഫസ്റ്റ് റിലീസ് ചെയ്യണത് തിയേറ്ററുകളിലായിരിക്കും. പക്ഷേ ഇത് റിലീസ് ചെയ്തേക്കുന്നത് OTT പോലും അല്ല, യൂട്യൂബിലാണ് ഫസ്റ്റ് റിലീസ് ചെയ്യണത്. നമുക്ക് സാധാരണ മൂവീസൊക്കെ നമുക്ക് റിലീസ് ചെയ്ത മൂവീസാണ് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റുക. എനിക്ക് തോന്നുന്നത് ഇത് ഡയറക്റ്റ് ആയിട്ട് യൂട്യൂബിലായിട്ടാണല്ലേ റിലീസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ആമിർ ഖാനും PPVയും തമ്മിൽ എന്താണ് ബന്ധം? പേ പെർ വ്യൂ എന്നത് ഒരു തരം പേ ടെലിവിഷൻ അല്ലെങ്കിൽ വെബ്കാസ്റ്റ് സേവനമാണ്. ഇത് ഒരു കാഴ്ചക്കാരന് സ്വകാര്യ ടെലികാസ്റ്റ് വഴി വ്യക്തിഗത പരിപാടികൾ കാണുവാൻ പണം നൽകുന്നതിന് പ്രാപ്തമാക്കുന്നു. ആമിർ ഖാന്റെ സിത്താരെ ജമീൻ പർ ആഗോളതലത്തിൽ യൂട്യൂബ് സിനിമകളിൽ സ്ട്രീം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് ഇന്ത്യൻ ചലച്ചിത്ര വിതരണത്തിൽ ഒരു പുതുയുഗം തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ഉപഭോക്താവും ചിത്രം കാണുന്നതിന് 100 രൂപ നൽകേണ്ടി വരും. ജനതാ കാ തിയേറ്റർ എന്ന പേരിലാണ് ആമിർ ഈ മോഡലിനെ അവതരിപ്പിച്ചത്. ഇത് സിനിമാ പ്രേക്ഷകർക്ക് കൂടുതൽ ആക്സസ് ചെയ്യുവാൻ സഹായിക്കുമെന്ന് അവകാശപ്പെടുന്നു. ഓഗസ്റ്റ് 1 മുതൽ ചിത്രം ഇന്ത്യയിൽ രൂപ 100-ന് യൂട്യൂബിൽ മാത്രമായി സ്ട്രീം ചെയ്തു വരുന്നു. യൂട്യൂബ് PPV വഴി ദീർഘകാല ധനസമ്പാദനം വാഗ്ദാനം ചെയ്യുന്നു. കാഴ്ചക്കാരുടെ എണ്ണം നിലനിർത്തിയാൽ കൂടുതൽ വരുമാനം നേടുവാനുള്ള സാധ്യതയുമുണ്ട്. ആഗോളതലത്തിൽ 2.5 ബില്യൺ ഉപഭോക്താക്കളുള്ള യൂട്യൂബിന്റെ വ്യാപ്തി മുൻനിര OTT-കളുടെ 200-270 ദശലക്ഷം വരിക്കാരെ മറികടക്കുന്നുവെന്ന് വിദഗ്ധർ കണക്കാക്കപ്പെടുന്നു. സിനിമയ്ക്ക് ഇതിനകം തന്നെ ആക്കം കൂടുമ്പോഴാണ് ഇത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സിത്താരെ ജമീൻ പർ ബോക്സ് ഓഫീസിൽ 267 കോടി രൂപ നേടിയിരിക്കുന്നു. സിനിമ എല്ലാവരും ന്യായമായ വിലയ്ക്ക് എത്തണമെന്നത് തന്റെ സ്വപ്നമാണെന്ന് ആമിർ ഖാൻ പ്രഖ്യാപിക്കുന്നു. RS പ്രസന്ന സംവിധാനം ചെയ്ത സിത്താരെ ജമീൻ പർ ജൂണിൽ രാജ്യമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരിക്കുന്നു. 2007 പുറത്തിറങ്ങിയ താരെ ജമീൻ പർ എന്ന ആമിർ ചിത്രം നിരൂപക പ്രശംസ നേടിയതും ഇതിന്റെ ആത്മീയ തുടർച്ചയായി കണക്കാക്കപ്പെടുന്ന സിത്താരെ ജമീൻ പർ 10 ഭിന്നശേഷിക്കാർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ബാസ്കറ്റ്ബോൾ പരിശീലകന്റെ യാത്രയെ പിന്തുടരുന്നു. ഹൃദയസ്പർശിയായ നർമ്മം നിറഞ്ഞ ആഴത്തിലുള്ള മനുഷ്യകഥയാണിത്. യഥാർത്ഥ ജീവിതത്തിലെ നായകന്മാരിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നു. സ്പാനിഷ് ചിത്രമായ ചാമ്പ്യൻസിന്റെ റീമേക്കാണ് ഈ ചിത്രം. ജനീലിയ ഡിസൂസയും ഒരു പ്രധാന വേഷത്തിലെത്തുന്നു. 250 കോടിയിലധികം രൂപ വരുമാനം നേടി ഹൃദയസ്പർശിയായ കഥയ്ക്കും പ്രകടനത്തിനും പ്രശംസ നേടിയിരിക്കുന്നു സിത്താരെ ജമീൻ പർ. അപ്പോൾ ഞാൻ താരെ സമീൻ പർ കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ വളരെ നമുക്ക് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു മൂവിയാണ് താരെ സമീൻ പർ. അപ്പോൾ അത് കണ്ടവർക്ക് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഒരു ഹാർട്ട് ടച്ചിങ് ബട്ട് ഗുഡ് ഫീൽ ഗുഡ് മൂവി ആയിരിക്കും നമുക്ക് ഈ ഒരു സിത്താരെ സമീൻ പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും കാണാം. കാരണം നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയൊരു കാര്യമായിരിക്കും. അതെ, അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. കാരണം കുറച്ച് വയ്യാത്ത കുട്ടികളുടെ കഥയൊക്കെയാണ് ഇതിൽ കൂടെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതിൽ റിലീസ് ചെയ്ത് തന്നെ എല്ലാവർക്കും കാണാൻ പറ്റട്ടെ. അതായത് ഈ ഒരു പേയ്മെൻറ്റ് പേപ്പർ വ്യൂ എന്നാണ് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും ഇത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തിരി വിശേഷങ്ങൾ ഇന്ന് പറയാൻ പറ്റിയല്ലേ, നമ്മൾ കുറെ എത്തിക്കാനും പറ്റി. അതെ അതെ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിന്നുള്ളത്. അപ്പോൾ ഇതുപോലെ വീണ്ടും പുതിയ പുതിയ ഇൻഫോർമേഷൻസുമായിട്ടും പുതിയ കഥകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ നമുക്ക് വീണ്ടും കാണാം. Media 7 Good Morning Kerala presented by Panasonic Living Kitchen. Thank you.